ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ ബെൽജിയത്തിൽ വർഷം നടക്കുന്ന പുരാവസ്തു മേളയുണ്ട്. ആ പുരാവസ്തു മേളയിലോട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തുണ്ട് കേട്ടോ, ആ സുഹൃത്തിന് കൂടുതൽ അറിയാം ഈ ഇതിനെ പറ്റിയിട്ട്. ഇവർക്ക് ആ പുരാവസ്തു മേളയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അമ്മാവട്ടാ, ഇതെന്താ പരിപാടി? സുന്ദര, ഇതേ ഈ ബ്രൂഹ് സ്റ്റാൻഡ് ഫീസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഫീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഫീറ്റ്സ് എന്ന് ഡച്ച് വാക്കാണ്. ഇത് ഇപ്പം ഇവിടെ രാജാവ് ആൽബർട്ട് ഒന്നാമൻ പാർക്ക്, പിന്നെ ബെർജൻ ബെസ്റ്റ് എന്നിവ ഉൾപ്പെടുന്നൊരു വലിയൊരു മേള ഇത്. അതിൻ്റെ പാർക്കിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ ഫ്ലാൻഡേഴ്സിലെ ഏറ്റവും വലിയ ആൻറ്റിക്ക് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്ന മേളയാണ്. വിൻറ്റേജ് വസ്തുക്കൾ, അപൂർവ വസ്തുക്കൾ, പിന്നെ ഫർണിച്ചർ, അലങ്കാര വസ്തുക്കൾ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് ഇത് കാണാൻ സാധിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, പുരാവസ്തുക്കളാണ് മൊത്തം. ഇതൊരു തേപ്പൊട്ടിയാണ്. ഈ തേപ്പൊട്ടി സുന്ദരന് ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മളൊക്കെ പണ്ട് നമ്മൾ ഈ ചിരട്ട വെച്ചിട്ട് ഈ ഇത് നമ്മൾ ചിരട്ട വെച്ചിട്ട് ഓർമ്മയില്ല മറ്റിങ്ങനെ തേക്കുന്നത്. ആ ഒരു ഇതാണത്. അത് രസമാണ് കേട്ടോ അത് കാണാൻ. അപ്പോൾ അത് അതിൻ്റെ പല വേർഷനുകളുണ്ട് അവിടെ. പുരാവസ്തുക്കൾ ഇത് എല്ലാ വർഷവും വരുന്നതാന്ന് തോന്നുന്നത്. ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം എന്നാണ് പറയുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ 2025 സെപ്റ്റംബറിൽ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ വന്ന് ഇറങ്ങിയത് സെപ്റ്റംബർ 23 ഇവിടെ വന്നു. അന്ന് 25-ാം തീയതി ഞായറാഴ്ച, ഇത് ഞായറാഴ്ച ദിവസങ്ങൾ നടക്കുന്നത്. 25-ാം തീയതി ഞായറാഴ്ച അന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വന്നത്. ഒരു വർഷമാണ്, വർഷത്തിൽ ഇതുവരെ ഓരോ വർഷത്തെ ഓരോ സ്ഥലങ്ങളിൽ നടത്തുവരും. പഴയതിനോട് കൂടുതൽ ആഗ്രഹങ്ങൾ ഉള്ള ആൾക്കാരാണ് ഇവരെന്ന് പറഞ്ഞാൽ. അങ്ങനെയാണല്ലോ ഈ യൂറോപ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ കരകൗശല സാധനങ്ങളോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. ഇത് ഒറിജിനാലിറ്റി പോലെ കാണുമ്പോൾ. അത് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ പോലും രസമാണത്. ഇത് മ്യൂസിയത്തിലൊക്കെ ചെയ്ത സാധനമായിരിക്കും അത്. പിന്നെ കൊമ്പൊക്കെ ഉണ്ടല്ലേ, ഒറിജിനൽ സാധനം. കൊമ്പ് ഒറിജിനൽ അല്ല. ഇത് ഒറിജിനൽ. ഈ താഴെ ഇരിക്കുന്ന സാധനമില്ലേ, ഇത് ഒറിജിനൽ കേട്ടോ. അത് ഒറിജിനൽ. അത് കണ്ടില്ലേ എൻ്റെ കൊമ്പ് ഇതുപോലെ മൂർച്ചയുള്ള ഷാർപ്പ് പോലെ ഇരിക്കുന്നല്ലേ. പഴയ കരകൗശല സാധനങ്ങൾ. ഇവര് പ്രത്യേകിച്ച് ഇവർ കരകൗശല സാധനങ്ങളോട് ഭയങ്കര. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ യൂറോപ്യൻസ് വന്നാലും ഇവർ ഈ കരകൗശലമായിട്ടുള്ള തിരുവനന്തപുരത്തൊക്കെ പോയിട്ടേ കരകൗശലമായിട്ടുള്ള സാധനങ്ങളാണല്ലോ ഇവർ മേടിക്കുന്നത്. ഇവർക്ക് അങ്ങനെ ഈ സ്വർണ്ണമൊന്നും അല്ലല്ലോ അവർക്ക് വേണ്ടത്. ഇവിടെ സ്വർണ്ണക്കട തന്നെ ഇല്ലല്ലോ. ഇതുണ്ടോ, അതുണ്ടോ ശങ്കരി തൊട്ടുണ്ടോ, അതൊക്കെ ഒരു ഭയങ്കര ഒറിജിനാലിറ്റി കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ പോലെ. അതെ ഇതേ ഇതിവര് ശരിക്കും വീട്ടിലൊക്കെ വെച്ചിരുന്ന സാധനങ്ങളാണ്. ഇവിടെ നമുക്കിത് കളയാൻ പറ്റത്തില്ലല്ലോ. ഇത് കളയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്രിങ് ബില്ല് പോലുള്ള സ്ഥലങ്ങളിൽ കൊടുക്കണം. ഇവരുണ്ട ഒരു സൈക്കിൾ ഉണ്ട്. ഇത് സൈക്കിളൊരു മോഡലാണ്. അവരുടെ വെച്ചോ വലിയ വീലല്ലേ. അതെ, വലിയ വീലുള്ള സൈക്കിൾ ആദ്യമായിട്ട് കാണുന്നത് സൈക്കിള്. അതെ, ഇവർക്ക് ഇത് ഒരു സാധനം ഇവർ കളയൂല കേട്ടോ. കളയത്തില്ല. അതാ ഞാൻ പറഞ്ഞു. ഇപ്പം ക്രിങ് ബില്ലിൽ കൊണ്ടുവെക്കും. അവർ നമുക്ക് പൈസയും തരത്തില്ല. നമുക്ക് അവിടെ കൊടുക്കാം. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ചെറിയ എല്ലാം വൃത്തിയാക്കിയിട്ട് €3 €2 സാധനം വിൽക്കും. അത് മേടിക്കാൻ ആളുണ്ട്. ഇപ്പം ഇവരിപ്പോൾ ഈ വെച്ചിരിക്കുന്ന സാധനം പോലും ഇത് അങ്ങനെ മേടിച്ച സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഇത് ഓരോ ക്രിങ് ബില്ലായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പം എന്നാലും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നമുക്ക് വെളി കളയാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ പോലൊന്നും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ കണ്ടെയ്നർ പാർക്കുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. പൈസ കൊടുത്തിട്ടാണ് ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അത് ടൈമും ഒക്കെ എടുക്കും, അപ്പോയിൻമെന്റ് ഒക്കെ എടുക്കണം. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇവിടെ കൊണ്ട് ക്രിങ് ബില്ലിൽ കൊടുക്കും. ഇത് കണ്ടോ, ഇത് ഇപ്പം ഇത് ഒരു ബൈനാക്കുലറാണ്. ബൈനാക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെന്നെ വിളിച്ചെന്നെ അറിയോ, ഞാനിത് നോക്കിയപ്പോഴത്തേനും ഇത് ഈ ക്യാപ്പ് ഉണ്ടായിരുന്നു. ഞാനത് ഊരിയില്ല. അത് തുറക്കാൻ പറ്റുന്നില്ല. തുറക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് അയാൾ വിളിച്ചത്. ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഞാനോ തന്നെ എന്റെ കണ്ടന്റ് കുഴപ്പമായിരുന്നു. ഇത് എത്ര € അയാൾ പറഞ്ഞു? ഇത് പറഞ്ഞില്ല. ഞാനിത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ. കുഴപ്പമില്ല. അതുകൊണ്ടോ ഞാൻ വിപ്രോയാണ് എടുത്തിരിക്കുന്നത്. വിപ്രോയോ അത് അടിപൊളി കേട്ടോ. ആ വിപ്രോ നിൽക്കുന്ന ആൾക്കാരെ വരെ കാണാൻ പറ്റും കേട്ടോ. സൂപ്പർ സാധനം കേട്ടോ. നല്ല ലോങ് സൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഭയങ്കര ക്ലാരിറ്റി കേട്ടോ. ഇത് എത്ര വർഷം പഴക്കമുണ്ടാവും ഇതിന്? അതെ. പഴക്കം നോക്കി എന്തോ സാധനം ഇത്. എത്ര € ചോദിച്ചേ? €15. 15 നാട്ടിലത്തെ 1500. നല്ല ലാഭമല്ലേ? പിന്നെ അത് ലാഭമാണ്. ഇപ്പം ഇത് മേടിക്കണമെങ്കിൽ നല്ല അതിനേക്കാളും വലിയ പൈസയാവും. വെള്ളമൊക്കെ നിനക്ക് വേണമെന്ന് എന്നോട് ചോദിക്കുന്നത്. എനിക്ക് എന്തിനാ വേറെ മേടിക്കുന്നുണ്ട്. ഞാനിത് ആ ചേട്ടൻ തന്നവർ തന്നെ ക്യാപ്പൊക്കെ അടച്ച് ചേട്ടൻ ഇങ്ങോട്ട് തന്നല്ലേ, അതുപോലെ തന്നെ അടച്ചിട്ട് അതൊരു ഭദ്രമായ സ്ഥലത്ത് വെച്ചാൽ പുള്ളിക്ക് ഒരു നല്ലൊരു ബാങ്ക് ബില്ല് പറഞ്ഞേക്കാം. അടുത്തടുത്ത് ഇതെന്താ സംഭവം?
ഇവിടെ 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 ഇത് ഇതുണ്ടല്ലോ ഇത് കുറേ ഒറിജിനൽ മാങ്കം. ഒറിജിനൽ മാങ്കം ശങ്കരിക്ക് കൈ തൊക്കിട്ട് അത് മൂർച്ചയുള്ള സാധനം. അത് കൈ അതറിയാം അറിയാം. അത് ഒറിജിനൽ സാധനമല്ലേ? ഒറിജിനൽ സാധനം ഉണ്ടോ? നല്ല നല്ല ഇതുണ്ട് കേട്ടാ. ഈ കണ്ട ജനങ്ങളെല്ലാം എത്തുന്നുണ്ടല്ലോ അല്ലേ? ഇതിനുള്ള പലതരം മാലകൾ കണ്ടു. മാല ഇവരെ ഞാൻ പറഞ്ഞില്ല, സ്വർണ്ണം ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള മാലകളും പിന്നെ ഈ ഇതുണ്ടോ നിങ്ങൾ നോക്കിക്കോ, ഇതിനകത്തുണ്ടോ ഈ ലോക്കറ്റുകളെ, പിന്നെ ഈ റിങ്, സ്റ്റോൺ വെച്ചുള്ള റിങ്ങുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഗോൾഡിനേക്കാളും കൂടുതൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഗോൾഡ് അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആരും യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടോ? അങ്ങനെ ഇപ്പം നമ്മൾ ഇടാറുണ്ട്, പക്ഷെ നമ്മൾ ഇടുന്നത് പോലും പഴയ സെറ്റ് മാലകളാണ്. വാച്ച് കണ്ടോ നിങ്ങള്? വാച്ച് പഴയ വാച്ചുകളല്ലേ? പക്ഷെ അതൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ. പിന്നെ അത് വില ഇട്ടിരിക്കുന്നില്ലേ, 20 യൂറോ ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടല്ലേ? നടക്കാത്ത വാച്ചാ, പഴയ വാച്ചാ. നാളെ വെക്കണം, ഡിജിറ്റൽ തന്നെ നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരിത് മേടിച്ച് ഷോക്കേസിൽ കൊണ്ടുവെക്കുക. ഷോക്കേസ് വെക്കുക. ഇത് ചില നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, പക്ഷേ ഇത് കൂടുതൽ ഇവരെ ഈ ഷോക്കേസ് വെക്കുക. പുരാവസ്തുക്കളല്ലേ? ഇവർക്ക് അതൊരു ക്രേസ് തന്നെ കേട്ടോ. ഇത് കണ്ടില്ലേ നമ്മളെ മറ്റേ ദൈവങ്ങളെ ഫോട്ടോ? ജീസസിന്റെ പല ഇതിലുള്ള ഇതുണ്ട്. എന്താ ക്ലാരിറ്റി നോക്കിയല്ലേ, എന്ത് രസം കാണാൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസിന്റെ ഉണ്ടോ പല. ഇതിപ്പം ഇത് കുരിശ് തറച്ച സമയത്തുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഇതുണ്ട് പല പല രീതിയിലുണ്ട്. ഉണ്ണിയേശു ഉണ്ട്, പിന്നെ ഈ മാതാവുണ്ട്. അതിലും വലിയൊരു പ്രത്യേകത എന്നാണെന്നറിയോ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് അങ്ങോട്ട് വീഡിയോ കൊണ്ടുപോയി കൊണ്ടുപോകും. ഞാൻ കാണിച്ചു തരാം ഒരു സാധനം. ഒരു സാധനം കാണിച്ചാൽ സുന്ദരം ഞെട്ടിപ്പോയത്. ഇപ്പം ഇങ്ങോട്ട് തിരികെ വീഡിയോ തിരികെ. ഇത് കണ്ടോ? ഇത് കണ്ടോ? പല രീതിയിലുള്ള ഇതാണ്. അതിനേക്കാളും ഞാൻ നിങ്ങളെ ഞെട്ടിക്കുമെന്ന് പറയുന്ന സംഭവമാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. ഇതുണ്ടോ? കിരീടം കണ്ടോ? കിരീടം. ഇത് മാതാവിന്റെ കിരീടമാണ്. അതിന്റെ വില എത്രയെന്നറിയോ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് മുന്നോട്ട് സൂം ചെയ്യാൻ പറ്റുമോ? സൂം ചെയ്ത് കണ്ടുണ്ടോ? അതെ അത് തന്നെ. ഇതുണ്ടോ? ആ കിരീടത്തിന് കല്ല് വെച്ച കിരീടം. ആ കിരീടത്തിന് 775 യൂറോയാണ്. എൻ്റെ അമ്മ, നമ്മുടെ നാട്ടിലത്തെ 70,775 അത്ര ഈ കല്ല് വെച്ച അത്ര വിലയാണത്. മാതാവിന്റെ തലയിൽ ഇതെല്ലാം എത്രയോ രസമാണ് കാണാനല്ലേ? ഭയങ്കര ഭംഗി. അത്രയുണ്ട്. ആര് കണ്ടാലും നോക്കി പോകും കേട്ടാ. അതുകൊണ്ടാ വില. വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേടിക്കാൻ ആളുണ്ട്. ഇവർക്ക് അങ്ങനെ ദൈവത്തിനോട് വലിയ വിശ്വാസം ഇല്ലാത്തവരല്ലേ? അല്ല, ഇവർക്ക് അങ്ങനല്ല. എല്ലാവർക്കും ഒന്നുമില്ല. ഇതിന് കുറച്ച് വിവാഹം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ അത്ര വലിയ ഇതായിട്ട് അങ്ങനെ ഇതുമായിട്ട് പോകുന്നില്ല. പക്ഷെ എന്നാലും അവർക്ക് വിശ്വാസം ഇല്ലാതില്ല. വിശ്വാസം ഉണ്ട് അവർക്കല്ല. പിന്നെ ഇത് വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട്. നമുക്ക് കുറച്ച് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അതിന്റെ സ്റ്റാളുണ്ട് അവിടെ. അത് ചെറിയ പ്രേതങ്ങൾ, അത് തന്നെ. പ്രേതങ്ങളെ സ്നേഹിക്കുന്ന അതാണ് ഈ നമ്മുടെ നാട്ടിലെ യുക്തിവാദി എന്നൊക്കെ പറയുന്നത്. അത് ഈ ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്ന അവർ സ്നേഹിക്കുന്നത് ഈ പ്രേതത്തെയാണ്. അവർ കണ്ടില്ലേ ടാറ്റു ഒക്കെ അടിച്ച് ഇങ്ങനെ വ്യത്യസ്തമായ ടാറ്റുകൾ അവരെ. അതെ അതെ അതെ, അങ്ങനെയുള്ളത്. സാധാരണ ആൾക്കാർ അടിക്കുന്നുണ്ട് ടാറ്റു. അതല്ല, അവരൊരു വ്യത്യസ്ത. അവരെ കണ്ടാൽ നമുക്കറിയാം ഒരു നിരീശ്വരവാദിയാണ്. അത് ജനങ്ങളോട് അധികം സംസാരിക്കുകയില്ല. ഇല്ലല്ല, അധികം സംസാരിക്കത്തില്ല. നമുക്ക് കണ്ട ചില ആൾക്കാരുടെ ഈ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. നമ്മൾ കുറെ ആൾക്കാർ നമ്മൾ കണ്ടില്ല. നമ്മൾ വിചാരിക്കും ചെയ്യും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ നടക്കുന്നത്. അന്നേരം അത് നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നിരീശ്വരവാദികളാണ്, ദൈവത്തെ വിശ്വാസം ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. ശരിക്കും നമ്മുടെ പിള്ളേർക്കാണെങ്കിൽ പോലും ഒരു അനുസരണം വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിലൊരു ഭയം വേണം. ഏത് ദൈവം വേണമെന്ന് പറഞ്ഞാലും വ്യത്യസ്ത മതത്തിലാണെങ്കിലും ദൈവം എന്ന് പറഞ്ഞൊരു വിശ്വാസം ഉണ്ടല്ലോ. വിശ്വാസമുണ്ട്. അതൊരു ആ വിശ്വാസത്തിലാണ് നമുക്കൊരു പേടി വരുന്നത്. ദൈവം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പേടിയാ? അതെ അതെ അതെ, അങ്ങനെ അവർ ജീവിക്കുന്നത് അങ്ങനെയാണ്. ഇത് കണ്ടോ സമോട്ട? ഇതും നമ്മളൊന്നും കാണാത്ത സാധനങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതുപോലത്തെ. ഇത് പഴയ ഈ കരകൗശല സാധനങ്ങളാണ് ഇതൊക്കെ. എന്നാലും ഇവരിങ്ങനെ ഇത് ഒരു മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലേ? അതെ, ഇതല്ലേ പല തലകൾ, പല സാധനങ്ങൾ. അതെ 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 അതെ. നമുക്ക് തന്നെ ഇതിന്റെ ഓരോ പേരുകൾ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ഇവരോട് ചോദിക്കുമ്പോഴാണ് ഇവര് പറയുന്നത്.
അതെ അവർക്ക് ചിലതിന്റെ പേരൊന്നും കിട്ടുന്നില്ല. പണ്ട് മോഡൽ ലൈറ്റ് കണ്ടത് സമോട്ട, ഈ വെള്ള ലൈറ്റ്, അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള ലൈറ്റാണ്. അത് വിൽക്കാനല്ല കേട്ടോ, അതൊരു ഷോയ്ക്ക് വേണ്ടി വെച്ചാണ്. വെച്ചല്ലേ പണ്ടത്തെ ഈ നമ്മൾ ഡെക്കറേഷൻ ലൈറ്റ് എന്ന് പറയത്തില്ലേ, ആ സാധനം. അന്ന് ഈ ഹാങ്ങിങ് ഒന്നും ഇല്ല, അത് സ്റ്റാൻഡേർഡാണ് അവർ ഇത് ഫിറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇത് നോക്കാം, ഇവിടാണ് ഞാൻ പറഞ്ഞ ഈ നിരീശ്വരവാദികളുടെ സാധനമാണ് ഇത്. ഇവിടെ മൊത്തം ഇതാണ് ഈ ഇത് കണ്ടോ, പ്രേതത്തിന്റെ മുഴുവൻ പ്രേതത്തിന്റെ ഇതുകളാണ്. ഇത് നിൽക്കുന്ന ആള് കാമറൂൺകാരനാണ്. അവര് നിൽക്കുന്നത് കാമറൂൺകാരാണ്. പുള്ളി പക്ഷേ ഇവിടുത്തെ PR കിട്ടി, ഇപ്പൊ ഇവിടെ സിറ്റിസണാണ്. അപ്പോൾ അവരും ആ ഒരു ലെവലാണ്, ഈ ദൈവത്തെ വിശ്വാസത്തിലുള്ള രീതിയാണ്. നമ്മൾ കുറച്ച് മുമ്പ് അവരോട് സംസാരിച്ചല്ലേ വഴി വെച്ച് കണ്ടപ്പോൾ. അപ്പം പ്രേതങ്ങൾ പരിപാടി മാത്രമേ ഉള്ളൂ പുള്ളിക്കാരൻ. അത് അവരുടെ 1-2 ഷോപ്പുണ്ട്, 2 ഷോപ്പ്. മാലകള് അതുപോലെ മഴുവൊക്കെ അവരുടെ ഇത് ഈ കണ്ടില്ലേ. ഇവര് കണ്ടില്ലേ, എനിക്ക് വന്നാൽ ഇപ്പം ഡിസംബറിലാന്ന് തോന്നുന്നു ഈ പ്രേതത്തിന്റെ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പം ഈ ഇവിടെ എല്ലാ കടകളിലും അത് നിരീശ്വരവാദികളും വിശ്വാസികളുടെ എല്ലാം കടകളിലും ഈ പ്രേതത്തിന്റെ സാധനങ്ങളുണ്ട് വിൽക്കാനായിട്ട്. കാരണം അത് അന്നത്തെ അവരുടെ ഒരു ആഘോഷമാണ്. ഇവരും അല്ല യൂറോപ്യൻസ് ഇവരും ആഘോഷിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ ഉണ്ടല്ലോ ഈ പ്രേതത്തിന്റെ. ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ഇതായിട്ട് അവരുടെ വിശ്വാസമായിട്ട് അവരെ ആഘോഷിക്കുന്നു. ഡിസംബറിലാണത്, ഡിസംബറാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരിങ്ങനെ ഇതെല്ലാം ഇട്ട് പിന്നെ വഴി കൂടെ നടക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ ഈ അതിന്റെ മാസ്കും ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിരിക്കും. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഈ ബ്രൂഹിലെ മാത്രമല്ല കേട്ടോ, റിസൾട്ട്സ് മൊത്തം ഉണ്ടല്ലേ. നമ്മളിപ്പം കുറച്ചു മുമ്പ് ഒരാളോട് സംസാരിച്ച പാടില്ല, അയാള് ഞാൻ ആ ബൈനക്കുളർ മേടിക്കാൻ കയറിയെടുത്ത അയാള്, ഞാൻ ഡച്ചിലാണ് അയാളോട് ചോദിച്ചത് ഹൂവിൽ കോസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് ഫ്രഞ്ചിലാണ്. അപ്പം ഞാൻ അയാളോട് ചോദിച്ചത് എന്താ നിങ്ങൾ ഇവിടുത്തുകാരനാണ്? അപ്പോൾ ഞാൻ ബെൽജിയംകാരനാണ്, പക്ഷേ ഞാൻ ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. 3 ഭാഷയുണ്ട് ഇവിടെ സംസാരിക്കുന്നത്. അതാണ് അയാൾ പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രൂഹില്ലേ, ബ്രൂഹി മാത്രമേ ഉള്ളൂ നമ്മൾ ഈ നെതർലൻഡ് സംസാരിക്കുന്നത്, നെതർലൻഡ് ഡച്ച്. അപ്പം ഈ ഇതിനപ്പുറം അങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസൽസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ചും പിന്നെ ജർമ്മനി സംസാരിക്കുന്നുണ്ട്. കൂടുതൽ ഫ്രഞ്ച് ആകട്ടോ. ഇത് പച്ച ഗ്ലാസ് ആണ്. ആ ഗ്ലാസ് ഇത് പുള്ളിക്കാരി ഒറീസക്കാരി കേട്ടോ, ഇന്ത്യക്കാരിയാ. അത് ഇപ്പം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് നടത്തുന്നത്. അത് ഇപ്പൊ എന്ന് വെച്ചാൽ ഈ ഇത്ര 6 ഗ്ലാസ്സിന് വരുന്നത് 40 യൂറോയാണ്. നാട്ടിലെ 4000 രൂപയാണ്. വൈൻ ഗ്ലാസ്സാ. പുള്ളിക്കാരി ശങ്കരടി വെക്കുന്നിട്ടില്ലേ, മലയാളിയാണോ എപ്പോഴാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ എടുത്തുകാരെ. അപ്പം പറഞ്ഞ ഒറീസയാണ് ഇന്ത്യക്കാര്. ഇന്ത്യക്കാരും ഉണ്ടല്ലേ വിൽപ്പന നടത്തുന്ന. അവരിവിടെ എനിക്ക് തോന്നുന്നുണ്ട് അവര് പറഞ്ഞത് ഒരു 8 വർഷം കണ്ടായെന്നാ പറഞ്ഞത്. ഇവിടെ നമ്മൾ സംസാരിച്ച് നല്ല ഫ്രണ്ട്ലി അല്ലേ. പിന്നെ അത് നമ്മൾ വീഡിയോ എടുക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇതിന്റെ കോസ്റ്റ് ചോദിക്കുന്നതിനോ പൊതുവെ ഇവിടെ യൂറോപ്യൻസ് ഒന്നും ആരും ഇങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. കാരണം അവർക്ക് അങ്ങനെയുള്ള പ്രശ്നമല്ല വീഡിയോ എടുക്കുന്നതിന്, അങ്ങനൊന്നും അവരൊന്നും പറയത്തില്ല. കാരണം അവരെല്ലാം കോപ്പറേറ്റ് ചെയ്യണം എല്ലാവരും എടുക്കണ. നമ്മൾ വീഡിയോ എടുത്തപ്പോൾ കണ്ടില്ലേ കുറെ ആൾക്കാർ മാറി തരുന്നുണ്ട്, അവർക്കെന്തിനും അങ്ങനെ ആവശ്യമില്ലല്ലോ. അവരും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തോ, കടക്കാരനാണെങ്കിലും പറയുന്നില്ല, അങ്ങനെ വിഷയമില്ല. അവർക്കൊന്നും അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. വീഡിയോ എടുക്കുന്ന എല്ലാവരും കോപ്പറേറ്റ് ചെയ്യണം. ഒരു ഭയങ്കര ഒരു നമുക്ക് നമ്മൾ ജീവിതത്തിൽ കാണാത്തൊരു ഇതല്ലേ, ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ്. എന്തുമാത്രം സാധനമാണ് ഇത് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഒരു രാജാവിന്റെ പ്രതിമയായത്. ഇവർക്ക് പട്ടിയിലോടും ഭയങ്കര ഇഷ്ടാ. പട്ടിയില്ലാതെ പരിപാടിയില്ല ഇവര്. അതെ, ആ പട്ടി രസമുണ്ട്. ഇവിടെ വേറെ കാര്യമുണ്ട്, ഇവിടെ പട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു നോക്കും, പക്ഷെ ഈ പട്ടികള് ഒരു ശല്യമില്ല. ഇവിടെ കയറിയാലും ഫൈനാ. അതുകൊണ്ട് അത് തന്നെയല്ല, ഈ പട്ടികളെ വെളിയിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് അത്ര ശൗര്യമില്ല. എന്തുമാത്രം ഏതെല്ലാം ഇതിലുള്ള പട്ടികളുണ്ടെന്ന് ഇവിടെ. ഈ രാജാവിന്റെ പേര് എനിക്ക് വന്ന് ആൽബർട്ട് ഒന്നാമനാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു സംശയം അതാണെന്ന് തോന്നുന്നു. മുമ്പ് ഞാൻ പറയില്ല ആൽബർട്ട് ഒന്നാമൻ്റെ ഇത് വെച്ച്. അപ്പം അത് ഈ വീഡിയോ അല്ല ഈ മറ്റേ പ്രതിമ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം അതുകൊണ്ടല്ല അപ്പറയും ഒക്കെ ഒരേപോലുള്ള പ്രതിമയായിരിക്കുന്നത്. അപ്പം എനിക്ക് വന്ന് ആൽബർട്ട് ഒന്നാമനാന്ന് തോന്നുന്നു പഴയ രാജാവ്. ഇതുണ്ടോ ഓട്ടുപാത്രമാണോ വലുത്? ഓട്ടുപാത്രം ഇത് 1-2 ഓട്ടുപാത്രമാണ്. മറ്റേതല്ല നമ്മുടെ ഇപ്പം നാട്ടിലുള്ള പോലുള്ള ഈ തളിക പോലത്തെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഇവര് ഷോക്കേസ് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഷോക്കേസ് വെക്കാൻ വേണ്ടിട്ടല്ലേ? അതെ.
ഇത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അല്ലേ? 6 തൊട്ട് വൈകിട്ട് 6 വരെ. 6 വരെ. ഇനിയിപ്പോൾ അടുത്ത വർഷം ഉണ്ടാവുള്ളൂ ഈ പരിപാടി. അടുത്ത വർഷം. ഇതെല്ലാം നോക്കി എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. ഇതെല്ലാം ഈ ഓരോ ക്രിസ്റ്റൽസും അങ്ങനെയുള്ള സാധനങ്ങളെ, ക്രിസ്റ്റല്, പിന്നെ അങ്ങനെയുള്ള പേള്, ഒരുപാട് മോഡൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കഴിഞ്ഞിട്ട് ഉള്ളുന്നു അല്ലേ? അങ്ങനല്ല, പക്ഷേ ഇവിടെ കുറെ എന്താ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. മോഡൽ വർക്കുകൾ ഒരുപാട് മറ്റുള്ള യൂറോപ്യൻ കൺട്രിയിലും ഒക്കെ ഉണ്ട്, ഗൾഫുകളിലുണ്ട്. പക്ഷെ ഇവരുടേത് ഒരു കൾച്ചറും ഇവരുടെ ഇതനുസരിച്ച് ഇവരിവിടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. നല്ല വെയിലാണ് കേട്ടോ, എന്നിട്ട് ആൾക്കാർ മൊത്തം വന്നേ. ക്യാമറ ഒരുപാട് ക്യാമറ ഉണ്ട്. ഇതുണ്ടോ സുന്ദര, ടൈപ്പിങ്ങിന്റെ ടൈപ്പ് ചെയ്യുന്ന സാധനം, ഇവിടുത്തെ ടൈപ്പിങ്ങിന്റെ സാധനമാണ്. പിന്നെ പണ്ടത്തെ ക്യാമറ മലയാള പണ്ട് നമ്മുടെ സിനിമയിലെ കാണത്തില്ല, ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുള്ള സാധനം. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിക്കായിരുന്നേ, അപ്പൊ ഇങ്ങനെ ഈ ഓരോ ക്യാമറയെ പറ്റി ഇങ്ങനെ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ആണ് എനിക്ക് മിനോൾട്ട എന്ന് പറഞ്ഞൊരു ക്യാമറ, അത് ഈ മിനോൾട്ട ക്യാമറ ചൈനയാണെന്ന് വെച്ചാൽ പുള്ളിക്കാരി അറിയത്തില്ല. പുള്ളി ഉടനെ പോയി പൈപ്പിനെ വിളിച്ചു. പുള്ളിക്കാരി വന്നിട്ട് പുള്ളിക്കാരി ഉടനെ എന്നോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ. ഞാൻ ചൈനയാണോ ഏതാ എനിക്കറിയത്തില്ലായിരുന്നു ക്യാമറ ഏതാന്നുള്ളത്. അപ്പോൾ അവർ പിന്നെ ഗൂഗിൾ എടുത്ത് നോക്കുക. പുള്ളിക്കാരി വന്നിട്ട് ഇങ്ങനെ ഗൂഗിളൊക്കെ എടുത്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇത് വായിച്ചു നോക്കുമ്പോൾ. അപ്പം നോക്കുമ്പം ജപ്പാനിലെ ക്യാമറയാണ്, ജപ്പാൻ ക്യാമറ. അതിപ്പോൾ 1928 ക്യാമറയാണ്. ഞാൻ അതിൻ്റെ വായിച്ചത് ഇങ്ങനെയാണ്. 1928 ഒസാക്കയിൽ മിനോൾട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. കാസു ടാഷ്മി എന്ന് പറഞ്ഞ ആളാണ് ഇത് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ സംസാരിച്ചു. അവരങ്ങനെ പിന്നെ അത് ഇപ്പം കമ്പനി ഇല്ല. ആ കമ്പനി അവരതാ പറഞ്ഞിരുന്നു എനിക്ക് പറഞ്ഞുതരാം. അപ്പോൾ അവരെന്ത് പറഞ്ഞിരുന്നത് ആ കമ്പനി ഇപ്പോൾ ഇല്ല. 2026 ഈ കൊണീക്ക മിനോൾട്ട് എന്ന് പറയുന്ന കമ്പനി പിന്നെ സോണി കമ്പനിക്ക് ഫുള്ളായിട്ട് കൊടുക്കുന്നത്. നീ വേണമെങ്കിൽ നെറ്റ് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പം എന്നോട് ഇത് തന്നപ്പോൾ ഞാനും ഇത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റാണ്. അന്നേരം എത്രയോ വർഷം പഴക്കമുണ്ട് ഈ ക്യാമറ. അതെ, അത് ഇത് 1928 ആ ക്യാമറ അതാ പറഞ്ഞത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ മുത്തച്ഛൻ്റെ പ്രായമുള്ള ക്യാമറകൾ വരെ ഉണ്ട്. അതെ, അന്ന് നമ്മൾ ജനിച്ചിട്ട് പോലും ഇല്ല. അതുപോലുള്ള ക്യാമറകൾ വരെ ഉണ്ട് ഇതിനകത്ത്. ഇത് ഭയങ്കര രസമാണ്. ഒത്തിരി ഇത് മാത്രമല്ല ക്യാമറയുടെ സെക്ഷൻ ഒരുപാട് ക്യാമറ. ഇതിനകത്ത് പിന്നെ വേറെ ചെറിയൊരു ക്യാമറ നിങ്ങൾ കണ്ടായിരുന്നോ? ഞാനത് കണ്ടായിരുന്നു. കാരണം അത് സോണിയുടെ ഒരു ക്യാമറയാണ്. സോണിയുടെ ക്യാമറ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. അത് പറഞ്ഞ ഞാൻ ഈ ഓരോ ക്യാമറയുടെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇപ്പം പറഞ്ഞ മിനോൾട്ടയാണ്. അതല്ല, ഞാനിപ്പം ചോദിച്ചത് മറ്റേ ഇതിന്റെ ക്യാമറയുടെ അയച്ചു. അപ്പം അതൊരു വേറൊരു കമ്പനിയാണ്. അത് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം ഇപ്പം ഇല്ല. ഇതാണ് ആ ചെറിയ ക്യാമറ. ആ ചെറിയ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കറിയത്തില്ല അതിൻ്റെത്. അത് സോണിയുടെ ഒരു ക്യാമറയാണ്. പക്ഷെ രസമുണ്ട്. ഇവിടെ തീരെ ചെറുതാണ്. ഇത് പ്രത്യേകം അറിയോ, ഇതിനകത്ത് ബാറ്ററി ഇടാം. ബാറ്ററി എന്തായാലും ഇതായി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാം. ചാർജറൊക്കെ ഉണ്ട്. ശരിക്കും ഇതിന്റെ ഒറിജിനൽ വില എന്ന് പറയുന്നത് €260. ഓ, ഇതിന്റെ ഒറിജിനൽ ഇത് എത്രയാണോ? ഇത് പുള്ളി എന്നോട് €50 പറഞ്ഞു. €50 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ചാർജർ ഉണ്ട്. ഇതല്ല ചാർജർ ഞാൻ നോക്കിയിട്ട് അത്ര വലിയ യൂസ് ചെയ്തിട്ടുള്ള സാധനമല്ല. പക്ഷെ നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഞാൻ പുള്ളി എടുത്ത് ഇങ്ങനെ പുള്ളിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പുള്ളി ഇങ്ങനെ നോക്കുക. പുള്ളിനോട് പറഞ്ഞാൽ ചാർജ് കുറവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് നമുക്ക് ചാർജ് ചെയ്യാമല്ലോ. അതെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ക്യാമറയല്ല, അത് വേണ്ടാന്ന്. പിന്നെ അത് വേറെ കാര്യമാണ്. അത് ചെറിയ ക്യാമറ ഉണ്ട്, പിന്നെ എനിക്ക് ഉപയോഗമൊന്നുമില്ലല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ അത് വേണ്ടെന്നുള്ളത് നമ്മൾ പുള്ളിയോട് അങ്ങ് പറഞ്ഞു. നമ്മൾ ശങ്കരി സമോദോട്ടൻ്റെ മോളാട്ടോ. ശങ്കരി ഈ ബെൽജിയം സ്കൂളിൽ പഠിക്കും കേട്ടോ. നല്ല മോളാണ്. നല്ലോണം പഠിക്കും. എത്രയിൽ പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ. സമോട്ടോ ഇത് മാൻകൊമ്പാണോ സമോട്ടോ? പിന്നെ മാൻ്റെ കൊമ്പും മാൻ്റെ കൊമ്പൊക്കെ. ഇത് ഒറിജിനലാ? പിന്നെ അത് ഒറിജിനൽ. ഒറിജിനൽ. അത് ഭയങ്കര ഇത് നാച്ചുറൽ ആയിട്ടുള്ള സാധനമല്ലേ. പിന്നെ ഇത് കണ്ടില്ലേ, അത് ഒറിജിനലാണ്. ഇതിൻ്റെ വില എത്ര ഉണ്ടാവും അല്ലേ? അയ്യോ, അത് ചിലപ്പോൾ നമ്മൾ കുടുംബം വെക്കേണ്ടി വരും. നമ്മളെ പ്രതിമകൾ
പ്രതിമയൊക്കെ തന്നെ അവർ ഈ വീടിന്റെ ഫ്രണ്ട് വെക്കുന്നുണ്ട്. ചങ്കരിക്ക് ഇഷ്ടപ്പെട്ടു, ചങ്കരിക്ക് കണ്ടാതാ ഇഷ്ടപ്പെട്ടത്. ചങ്കരി എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ചങ്കരി നോക്കുമ്പോ ഇത് വ്യത്യസ്തമായ സാധനങ്ങളാണല്ലോ. അതെ അതെ അതെ. ഇവരെ കാണാത്ത. ആദ്യം തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ ആളാ, പിന്നെ എന്നോട് പറഞ്ഞു അച്ഛൻ എനിക്ക് ഇതെല്ലാം കാണണമെന്ന് പറഞ്ഞു. ഈ ഫോട്ടോ ഇത് കണ്ട നിങ്ങൾ? ഈ പ്രതിമ നിങ്ങൾ എവിടെയോ ഉണ്ട് കണ്ടിട്ട്? ഞാൻ കണ്ടത് നമ്മുടെ ബ്രസൽസിന്ന്, ബ്രസൽസ് എയർപോർട്ട്, അയ്യോ റെയിൽവേ സ്റ്റേഷൻ അല്ലല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇന്ത്യൻ എംബസിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു റൗണ്ട് ഹോട്ടൽ, അവിടെ ഉണ്ട് ഇത് ഈ പ്രതിമ. പിന്നെ ഞാൻ വേറെ എവിടെയും കണ്ടു ഇതൊരു പുള്ളി മൂത്രം ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഈ ഒരു പ്രതിമ. അതെനിക്ക് ഓർമ്മയില്ല അത് എവിടെയാണെന്നുള്ളത്. ഇങ്ങനെ അതല്ലാതെ ഞാൻ ആൻഡ്വർപ്പിലോ അവിടെയൊക്കെ 1-2 സ്ഥലങ്ങൾ ഞാൻ കണ്ടു. എനിക്കൊന്ന് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു ഈ ഒരു പ്രതിമ. കാരണം ഇതിന് പല പ്രതിമ താഴോട്ട് നോക്കി കണ്ടില്ലേ, ഇതിന്റെ പല പ്രതിമകളുണ്ട്. അവർക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഇതായി ഇത്. അല്ലേ, എത്ര പഴക്കം ചേർന്ന സാധനങ്ങളല്ലേ. പിന്നെ അതല്ലേ ഇവരിവിടെ ഈ കരകൗശല സാധനങ്ങളെന്ന് പറഞ്ഞത് ഇതുണ്ട്. അതേ കണ്ടില്ല അതിന്റെ ഇതാണ്. ഇതുണ്ട് ഒരു കിളിക്കൂട് കണ്ട നിങ്ങള്? യൂറോപ്പിലെ യൂറോപ്പിലെ ഭയങ്കര സെറ്റപ്പ്. അത് കറക്റ്റ് യൂറോപ്പ് ഒരു വീടുകളാണ്. ഈ കിളിയെ ഇവിടുന്ന് കയറ്റി വിടുക. കയറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അതിന് കളിക്കാം. അതായത് ഓരോ ഇതുണ്ട്, എവിടെ വേണമെങ്കിലും നിൽക്കാം. കണ്ടില്ലേ ഇത് ഇങ്ങനെ ഇങ്ങനെ. അതെ, അത് ഇത് 1, 2, 3, 4 കിളികൾക്ക് എത്ര തട്ടുണ്ടെന്നറിയോ അത്. അവിടെ എല്ലാം വന്ന് ഇതിന് കളിക്കാൻ പറ്റും. ഇതുണ്ട് 1, 2, 3, 4 എണ്ണം ഉണ്ട്. 4 എണ്ണം ഉണ്ടല്ലേ? ആ ഇത് ഇതേപോലെ ഇതുണ്ട്. ഈ ചെടി കണ്ട ചെടി അത് 38 യൂറോ നിൽക്കും പോലും. എത്രയോ 38 യൂറോയാണ്. 38 യൂറോയാണ്. നാട്ടിലെ 3900. നാട്ടിലെ ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ജീവിക്കാൻ പറ്റത്തില്ല യൂറോപ്പിൽ. പക്ഷേ 38 യൂറോയാണ്. അതങ്ങനെ അധികം വളർന്ന് പന്തലിച്ച് പോകത്തൊന്നുമില്ല. ഒരു ഇത് മീഡിയത്തിൽ നിൽക്കും. ഓർക്കിഡ് വർഗത്തിൽപ്പെട്ടൊരു ചെടിയാണ് അത്. 3 എണ്ണം കണ്ടു. ഒരാൾ മേടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അതെ അതെ. ഇവർക്ക് ഇത് ചെടിയൊക്കെ അവര് ശരിയാണ് ഇഷ്ടം. ഹലോ, ബൈ ബൈ. ഹായ് സുന്ദര, ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ പഴയ ഹീറോ പെന്ന കേട്ടോ. ഇത് അടുത്തത് ഇത് പഴയ ഹീറോ പെന്ന്. നമ്മൾ പണ്ട് പേന നമ്മൾ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സുന്ദരം എന്ത് ചെയ്യും? നമ്മൾ മഷി അപ്പഴും ചാടിക്കളയും. പക്ഷേ ഇത് ഇവർ യൂസ് ചെയ്യും. ഇതിങ്ങനെ വെക്കും. എല്ലാം ഒരു സാധനം കളയത്തില്ല കേട്ടോ. എന്നാൽ ഈ പഴയ സാധനങ്ങൾ അതുകൊണ്ട് പഴയ പേനകളും കാര്യങ്ങളും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ വാച്ച് ഇത് കണ്ടോ? വാച്ച് കണ്ടോ? പഴയ വാച്ചുകളാണ്. ഇതൊന്നും ഓടത്തൊന്നുമില്ല. ഇവർക്ക് ആ പഴയ വാച്ചുകളൊക്കെ എടുത്തെങ്കിലും സൂക്ഷിച്ചു വെച്ചിരിക്കുക. അവരങ്ങനെയുള്ളൊരു ഇതാ ഇവിടെ എല്ലാം കീപ്പ് ചെയ്യും അവര്. ഇത് കണ്ട? ഇത് ഈ വടിയിൽ പ്രത്യേകത നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കറിയാം. ഈ വടി കാണുമ്പോൾ എനിക്ക് വരുന്നറിയോ? നമ്മുടെ പഴയ സിനിമയില്ലേ മണിച്ചിത്രത്താഴ, യാറ് ശങ്കരൻ തമ്പി, യാരത് ഞാൻ താൻ ശങ്കരൻ തമ്പി. അതിന്റെ ഇതല്ലേ. പക്ഷെ കുറെ എംബ്ലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ട്രഡീഷനാണ്. ഈ സാധനം കുത്തി ഇങ്ങനെ നടക്കും. ഭയങ്കര രസം കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ട് കിടക്കുന്നതാണ്. പ്യൂർ ലെതർ അത് കേട്ടോ. പ്യൂർ ലെതറായിട്ടുള്ള സാധനം. കുതിരയുടെ സീറ്റ് അത് ഭയങ്കര. ഫോട്ടോകള് എന്തെല്ലാം സൈസ് ഫോട്ടോകളല്ലേ? പല ടൈപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അടുത്തുണ്ടല്ലോ, അടുത്തൊരു പുതിയ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങൾ മുമ്പിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ, സലൂച്ചേഴ്സ്.